വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും പെട്രോളിയം മന്ത്രാലയത്തിനും മന്ത്രി സുരേഷ് ഗോപിക്കുമാണ് കത്തയച്ചത്. സിലിണ്ടറുകൾക്ക് വില കുറച്ചില്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഹോട്ടൽ മേഖലയിൽ എന്നാണല്ലോ അവർ പറയുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിന് കത്ത് നൽകുകയാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ, വിഷ്ണു? ഹാഷ്മി, അതായത് അവരുടെ ഒരു അവസാനവട്ട ശ്രമവും പ്രതീക്ഷയുമാണ് ഈ കത്ത് എന്ന് മനസ്സിലാക്കുന്നു. അതിന് അതായത് ഈ പണിമുടക്ക് 6-ാം തീയതി നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. അതായത് ഈ പ്രതിസന്ധി അവർ പറയുന്നത്, ഇനിയിപ്പോൾ ഈ ഹോട്ടൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചേ മതിയാകൂ. അതല്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ സാധനങ്ങളുടെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും. അത് ജനജീവിതത്തെ ഡയറക്റ്റായി ബാധിക്കും. അത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ഭക്ഷ്യസാധനങ്ങളുടെ വില കൂട്ടാൻ സമ്മതിച്ചില്ല എങ്കിൽ ഹോട്ടൽ അടച്ചിട്ട് ഞങ്ങൾക്ക് മറ്റ് നടപടിയിലേക്ക് അല്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്കുള്ള പ്രതിസന്ധി കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 1444 രൂപയുടെ ഭീമമായ വർധനവ് ഉണ്ടാകുന്നു. പല സമയങ്ങളിലും ഈ വാണിജ്യ സിലിണ്ടർ ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ ഈ ഹോട്ടൽ മേഖല കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇരുട്ടടി എന്ന പോലെ ഇന്നലെ മാത്രം 993 രൂപ, ഏകദേശം 1000 രൂപയുടെ അടുത്ത് വില വർധന ഉണ്ടാകുന്നത്. അത് അവരെ വലിഞ്ഞു മുറുക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് എല്ലാവരും, അതായത് എല്ലാ സഹായങ്ങളും അവർ തേടുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും പെട്രോളിയം മന്ത്രാലയത്തിനെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ സഹായം തേടുക എന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് അയച്ചിട്ടുള്ളത്. ആ കത്തിന്മേൽ എന്ത് മറുപടി കേന്ദ്ര സർക്കാരും പെട്രോളിയം മന്ത്രാലയവും ഒക്കെ സ്വീകരിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. 6-ാം തീയതിയാണ് ഇവരുടെ സൂചനാ പണിമുടക്ക്. ആ സൂചനാ പണിമുടക്ക് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ ഈ വിലക്കുറവ് ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇത് വില കുറച്ചില്ലെങ്കിൽ ഉറപ്പായും അത് ജനജീവിതത്തെയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.